ലൂസിയ, ലൂസിയ, ഇതെന്താന്നറിയോ? നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ സമ്മാനാ. നോക്ക്, വലുപ്പത്തി കുറവാണെങ്കിലും വൈരമാലയാ. ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇതൊന്നും വാങ്ങിച്ച് ബുദ്ധിമുട്ടേണ്ട ഫ്ലോറൻസ് ചായ. ഇതിനേക്കാൾ മികച്ചതും വലിപ്പവും കൂടിയതും എന്റെ അപ്പച്ചൻ മേടിച്ചു തന്നിട്ടുണ്ട്, ആവശ്യത്തിലധികം. അതിന്റെ ഇടയില് ഈ നുണുങ്ങുമാല. എന്തുപറ്റി ലൂസിയ? ഒരു സങ്കടം പോലെ. ദുരിതവും സങ്കടവും അല്ലാതെ മറ്റെന്തുണ്ടായിട്ടുണ്ട് ഈ വീട്ടിൽ വന്നേ പിന്നെ? ഇന്നും അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ? ഞാൻ ആരോടും വഴക്കിനൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന ഒട്ട് വിടാനും പോകുന്നില്ല. പലവട്ടവും ഞാൻ പറയുന്നു, ഒന്നുകിൽ ഈ വീട്ടിലെ പൊറുതി മതിയാക്കി പട്ടണത്തിലോട്ട് മാറാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മച്ചിയെ എവിടാന്ന് വെച്ച് ചെന്ന് കൊണ്ടാക്കിക്കൊള്ളണം. രണ്ടും കൂടെ പറ്റത്തില്ല. ദേ, ഒരു പ്രയോജനമില്ലാത്ത നിങ്ങളുടെ ഈ പുളിച്ച മുഖം ഉണ്ടല്ലോ, എനിക്കത് കാണണ്ട. പറയാന്നതിന്റെ പരമാവധി ഞാൻ പലവട്ടമായി പറഞ്ഞു കഴിഞ്ഞു. എന്റെ ലൂസിയ, നീ ദിവസവും ഇത് തന്നെ പറഞ്ഞാലോ? കുറച്ചുകൂടി കഴിയട്ടെ, ആലോചിച്ച് നമുക്കൊരു വഴി കണ്ടെത്താം. എന്ന് മൂക്കില് പല്ലി മുളച്ച് കുഴിയിലോട്ട് പോകുമ്പോഴോ? എനിക്കതിന് നേരം ഉണ്ടായിന്ന് വരില്ല. ഞാൻ വേണോ നിങ്ങളുടെ അമ്മച്ചി വേണോന്ന് ദേ ഇന്ന് തീരുമാനിച്ചോ. ഉറപ്പുള്ളൊരു തീരുമാനം എടുത്ത് ഇന്നത്തോടെ സംഗതി നടത്തണം. ഒക്കെങ്കിൽ ഒക്കൊന്ന് പറ. ഇല്ലെന്നാണേ എന്നെ എന്റെ വീട്ടിൽ ചെന്നുകൊണ്ടാക്കിയേ. നീ എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാത്തത് വലിയ കഷ്ടമാണ് ലൂസിയ. എത്രയൊക്കെ ആയാലും പെറ്റ തള്ളയല്ലേ. എങ്കിൽ പിന്നെ പെറ്റ തള്ളയോടൊപ്പം തന്നെ താമസിക്കേ. ഞാനങ്ങ് മാറി തന്നേക്കാം. കച്ചവടത്തിന് എന്റെ അപ്പച്ചൻ കയ്യിൽ നിന്ന് മുടക്കിയ 50,000 പൊൻപണം എന്നോടൊപ്പം അതും ഇങ്ങ് തിരിച്ചേൽപ്പിച്ച പിന്നീട് ഒരു ശല്യത്തിന് ആരും വരുത്തില്ല. എല്ലാം അവിടം കൊണ്ട് അവസാനിക്കും. പക്ഷേ അതിന്ന് തന്നെ വേണം. എന്താ, സാധിക്കുവോ? നീ ഇങ്ങനെ വാശി പിടിച്ച് എല്ലാവരെയും അങ്ങ് കൊല്ലാതെ കൊല്ല്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ട വഴിയും കാര്യവും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതങ്ങ് ചെയ്തേച്ചാ മതി. ഒക്കുമെങ്കിൽ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കേരെ. നീ ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അമ്മച്ചോട് ഞാൻ സംസാരിക്കാം. എങ്കിൽ ചെല്ലേ, ചെന്ന് സംസാരിക്കേ. അമ്മച്ചി, ഇതെന്നതാ അമ്മച്ചി? എല്ലാവരും കൂടി ഇങ്ങനെ എന്റെ ഒരാളുടെ സ്വസ്ഥത കെടുത്താൻ തയ്യാറെടുത്ത് കൂടിയിരിക്കുകയാണല്ലോ. ഞാൻ എന്താണ് വേണ്ടത്? അമ്മച്ചി തന്നെ അങ്ങ് പറ. ഈ കല്യാണം നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ചതും ഓടി നടന്നതും അമ്മച്ചി തന്നെയാണല്ലോ. നേരാടാ മോനെ, നിനക്ക് ഗുണമുണ്ടാവുമെന്ന് കരുതിയ പുതുപ്പണം കൊണ്ട് കണ്ണു മൂടിപ്പോയ പുളിക്കത്തറ ലാസറിന്റെ മോളെ കൊണ്ട് നിന്റെ കെട്ടുകല്യാണം ഞാൻ നടത്തിച്ചത്. അത് അബദ്ധമായി പോയിന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അമ്മച്ചി മനസ്സിലാക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവരും പലതും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വഴക്കിന്റെയും വക്കാണത്തിന്റെയും ആദ്യ കാരണക്കാരി അമ്മച്ചി തന്നെയാണ്. ഉള്ളത് പറയുമ്പോ മുഷിഞ്ഞിട്ടും പരിഭവിച്ചിട്ടും കാര്യമൊന്നുമില്ല. വേണ്ടാത്ത ചില വർത്തമാനങ്ങള് അല്ലേലും അമ്മച്ചിയുടെ നാവിന്ന് വീഴുന്നത് എത്ര തവണ ഞാൻ കേട്ടിരിക്കുന്നു. വേണ്ടാത്ത എന്ത് വർത്തമാനാടാ മോനെ എന്റെ നാവിന്ന് നീ കേട്ടിട്ടുള്ളത്? ഒന്ന് പറ, അമ്മച്ചി കേക്കട്ടെ. ഈ കണ്ണീരും നാടകമൊന്നും ഇനി ഞങ്ങളോട് വേണ്ട അമ്മച്ചി. സ്വസ്ഥമായിട്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാ മതി. നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാൻ എന്താടാ മോനെ ചെയ്യേണ്ടത്? പറ, അതനുസരിച്ച് ഞാൻ ചെയ്തോളാം. ചെയ്യാനും പറയാനും ഒന്നേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങൾ ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ അമ്മച്ചി ഇവിടുന്ന് മാറിത്തരണം. ഏതാണെന്ന് ഉറപ്പിച്ച് ഒരു മറുപടി ഇങ്ങ് പറഞ്ഞാ മതി. അതനുസരിച്ച് ഉടനെ അങ്ങ് ചെയ്തോളാം. എങ്കിൽ പിന്നെ ആ മറുപടി ഉറപ്പിക്കേണ്ട ബാധ്യത നീ തന്നെ അങ്ങ് ഏറ്റെടുത്തോടാ മോനെ. എന്തു വേണോന്ന് പറ, അനുസരിച്ചോളാം. നാടായ നാട് മുഴുവൻ വാഴ്ത്തിപ്പാടുക പ്രായം ചെന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള ആ ശരണാലയത്തെ പറ്റി. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം, പ്രായത്തിനൊത്ത് ജോലിയും ചെയ്യാം. കൂട്ടിന് തരക്കാരായ അമ്മമാർ നിറയുണ്ട്. ഇവിടെ കിടന്ന് രണ്ടും കൂടി കടുപിടി കൂടുന്ന നേരത്തിന് ഇതേ ഒരു മാർഗം ഞാൻ കാണുന്നുള്ളൂ. കെട്ടിയ പെണ്ണിനെ സഭയുടെ കീഴ്വഴക്കം മറന്നുകൊണ്ട് കൊണ്ടുചെന്ന് ആക്കാനൊന്നും ഒക്കില്ലല്ലോ. അപ്പോ നൊന്ത് പ്രസവിച്ച അമ്മേ ഉപേക്ഷിക്കാമല്ലേ? വിവാഹിതനായ പുരുഷൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുകൊണ്ട് അവന്റെ സ്ത്രീയോട് ചേരുന്നതായിട്ട് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ?
മാതാവും പിതാവും കണ്ണി പതിഞ്ഞ ദൈവങ്ങളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതും ഇതും പറഞ്ഞ് തർക്കിക്കാനൊന്നും ആർക്കും സമയമില്ല. ലൂസിയെ ഉപേക്ഷിക്കാനും എനിക്ക് മനസ്സില്ല. അമ്മച്ചി തൽക്കാലം ഒന്ന് മാറിത്തരണം. ഇന്നോ നാളെയോ സൗകര്യം പോലെ. ഇനിയിപ്പോ അത് നാളത്തേക്ക് മാറ്റി വെക്കണ്ട മോനെ, വൈകിക്കണ്ട. ദാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, മറ്റൊന്നും എടുക്കുന്നില്ല. ഈ ഉടുത്ത വഴിയെ ഇറങ്ങുക. മേലിൽ അമ്മച്ചി തിരിച്ചു വരില്ല. കാണാനൊട്ട് നിങ്ങളും വരണ്ട. എന്നേക്കുമായിട്ട് അമ്മച്ചി ഇറങ്ങുക. എന്റെ മക്കള് നന്നായിട്ട് ജീവിക്കും. ഭാവിയിൽ നിങ്ങൾക്കും ഉണ്ടാവും മക്കള്. അവര് നിങ്ങളെ നന്നായിട്ട് നോക്കാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം. you